അടുത്ത കാലത്തായി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. ഇത് മിഡിൽ ഈസ്റ്റിന്റെ അസ്ഥിരമായ ചലനാത്മകതയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. കടുത്ത ഭൗമരാഷ്ട്രീയ മത്സരത്തിൽ പൂട്ടിയിരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും സംഘർഷങ്ങളുടെയും സഖ്യങ്ങളുടെയും സങ്കീർണമായ ഒരു വലയുടെ കേന്ദ്രത്തിലാണ്. ഈ വീഡിയോയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം നൽകുകയാണ്. ഹോളോകോസ്റ്റിനെ കുറിച്ചുള്ള തൻ്റെ ചിത്രത്തിന് കഴിഞ്ഞ വർഷം ഓസ്കാർ നേടിയ ജൂത ചലച്ചിത്ര സംവിധായകൻ ജോനാഥൻ ഗ്ലോസർ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഹോളോകോസ്റ്റ് മുറിവുകളുടെ പേരിൽ മറ്റൊരു കൂട്ടം ആളുകൾക്ക് നേരെയുള്ള പീഡനം തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം ക്രൂരതകളിലേക്ക് നയിക്കുന്ന മനുഷ്യത്വവൽക്കരണം അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ പകർത്തുന്നു. അവസരം കിട്ടിയാൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇത് ഒരു ഉദാഹരണമായി പറയാൻ കാരണം പരസ്പര പ്രതികാരങ്ങളിൽ ഇല്ലാതാവുന്നവരിൽ നിരപരാധികളുമുണ്ട് എന്നതിനാൽ യുദ്ധം ഒരു പരിഹാരമല്ല എന്നത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് ഇറാൻ ഈ യുദ്ധത്തിൽ ഇടപെട്ടത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. കഴിഞ്ഞ വർഷം ഹമാസിന്റെ ആക്രമണമായി തുടങ്ങിയത് ഇപ്പോൾ നിരവധി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഘട്ടനമായി മാറിയിരിക്കുകയാണ്. ഇസ്രയേൽ പാലസ്തീനെ മാത്രമല്ല ലെബനാനിൽ നിന്നും ആക്രമിക്കുകയാണ്. നിരവധി അർദ്ധ സൈനിക വിഭാഗങ്ങളും ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഭീകര സംഘടനകളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. 180ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചത്. ഈ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ഉത്തരവ് ഇറാന്റെ രാഷ്ട്രത്തലവനും പരമോന്നത നേതാവുമായ ആയത്തുള്ള അലി ഖമേനിയിൽ നിന്ന് നേരിട്ട് വന്നു. ഇറാന്റെ സൈന്യത്തിന്റെ ഭാഗമായ IRGC അനുസരിച്ച് 90% മിസൈലുകളും അവരുടെ ലക്ഷ്യങ്ങളിൽ വിജയകരമായി പതിച്ചു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഭൂരിഭാഗം മിസൈലുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്താൽ തടഞ്ഞുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഈ മിസൈലുകൾ സൃഷ്ടിച്ച നാശത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തെക്കൻ ഇസ്രയേലിലെ മൊസാദിന്റെ ആസ്ഥാനത്തിന് പുറത്ത് 30 അടി ആഴമുള്ള ഗർത്തങ്ങൾ പോലും ഉണ്ടായി. ഇസ്രയേലിന് വലിയ സൈനിക താവളമുള്ള നെഗേവ് മരുഭൂമിയിൽ നിരവധി മിസൈലുകളും ആക്രമണം നടത്തിയെങ്കിലും തങ്ങൾക്ക് കുറഞ്ഞ നാശനഷ്ടമുണ്ടായതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു. എന്നാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. തൽഫലമായി ചില മാധ്യമങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം അകാലത്തിൽ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനെ അതിശയോക്തിപരമായി കണക്കാക്കാം. കാരണം ഇതാദ്യമായല്ല ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഏപ്രിൽ 13-ന് 300-ലധികം ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചുകൊണ്ട് ഇസ്രയേൽ ഇതിലും വലിയ ആക്രമണം നേരിട്ടു. താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സമീപകാല ആക്രമണം ചെറുതാണ്. ഏപ്രിലിൽ 170 ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളും 110 ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രയേലിൽ വിക്ഷേപിച്ചു. എന്നിരുന്നാലും വാർത്താ ചാനലുകൾ നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കവർ ചെയ്യുന്ന തിരക്കിലായതിനാൽ ആ സമയത്ത് അതിന് മാധ്യമ ശ്രദ്ധ ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് ഇറാൻ ഏപ്രിലിൽ ആക്രമണം നടത്തിയത്? ഇത് പ്രതികാരത്തിനാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഏപ്രിലിന്റെ തുടക്കത്തിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രയേൽ ഒരു വ്യോമാക്രമണം നടത്തി. അതിൽ ഇറാനിയൻ എംബസിയിലെ ഒരു ഉന്നത ജനറൽ ഉൾപ്പെടെ 7 ഇറാനിയൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഏതൊരു രാജ്യവും തങ്ങളുടെ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടാൽ സ്വാഭാവികമായും തിരിച്ചടിക്കും. ഈ സാഹചര്യത്തിൽ എംബസിയിൽ തന്നെ ഒരു ബോംബ് വർഷിച്ചു. ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഈ വ്യോമാക്രമണം നടത്തിയതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. തങ്ങൾ ലക്ഷ്യമിടുന്നത് എംബസിയെ അല്ല, സൈനിക കെട്ടിടമാണ്. തങ്ങൾ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ചില സാങ്കേതിക വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഏപ്രിൽ ആക്രമണ സമയത്ത് അമേരിക്ക, UK, ജോർദാൻ തുടങ്ങിയ സംഘരാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേലിന് സഹായം ലഭിച്ചു. നിങ്ങൾ ഭൂപടത്തിൽ നോക്കിയാൽ ഇറാനും ഇസ്രയേലും വളരെ അകലെയാണ്. അവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഏകദേശം 1000 കിലോമീറ്ററാണ്. അതായത് ഇറാൻ ഇസ്രയേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയാൽ ഡ്രോണുകൾ ലക്ഷ്യത്തിലെത്താൻ ഏകദേശം 2 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് അത്തരം ആക്രമണങ്ങളെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്നത്. ഇസ്രയേലിന്റെ ഗ്രൗണ്ട് പ്രതിരോധത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അയൺ ഡോം ഏറ്റവും അറിയപ്പെടുന്ന സംവിധാനമാണ്. അയൺ ഡോമിന് 10 കിലോമീറ്റർ ഉയരവും 70 കിലോമീറ്റർ പരിധിയുമുണ്ട്. ഈ പരിധിക്കുള്ളിൽ നിന്ന് ഒരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ അയൺ ഡോമിന് അതിനെ തടസ്സപ്പെടുത്താൻ കഴിയും. അതായത് വരുന്ന റോക്കറ്റുകളെ കണ്ടെത്തി വായുവിൽ വെച്ച് സ്വന്തം മിസൈലുകൾ വിക്ഷേപിച്ച് നശിപ്പിക്കുന്ന മിസൈൽ സംവിധാനമാണിത്.
ഈ പ്രക്രിയയെ ഇന്റർസെപ്ഷൻ എന്ന് വിളിക്കുന്നു. മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ ഇസ്രയേലിന് 2 പ്രതിരോധ സംവിധാനങ്ങൾ കൂടിയുണ്ട്. ഇടത്തരം മുതൽ ദീർഘദൂര മിസൈലുകൾക്കുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആണവ. ബഹിരാകാശത്ത് നിന്ന് ഒരു മിസൈൽ വന്നാൽ ആരോ സംവിധാനത്തിന് അത് കണ്ടെത്താനാകും. ഏപ്രിലിൽ നടന്ന ആക്രമണത്തിൽ ആരോ 3 എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഒരു ബാലിസ്റ്റിക് മിസൈൽ തടഞ്ഞു. ഇത് വീഡിയോയിൽ പകർത്തപ്പെട്ടു. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തായിരുന്നു മിസൈൽ. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം. അത് തികച്ചും ആകർഷണീയമായ ഒരു കാഴ്ചയാണ്. ഇതെല്ലാം സിസ്റ്റത്തെ വളരെ സുരക്ഷിതവുമാണെന്ന് തോന്നിപ്പിക്കും. എന്നാൽ അത് അങ്ങനെയല്ല. കാരണം ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ് ചെലവാണ്. ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് വളരെ ചെലവേറിയതാണ്. ഇസ്രയേലിൽ ഒരു മിസൈൽ ഇറങ്ങുന്നത് തടയാൻ ഈ പ്രതിരോധ സംവിധാനങ്ങൾ വരുന്ന മിസൈൽ പൊട്ടിത്തെറിക്കാൻ മറ്റൊരു മിസൈൽ തൊടുത്തു വിടുകയാണ്. അയൺ ഡോം വിക്ഷേപിക്കുന്ന മിസൈലിനെ ടാമിർ മിസൈൽ എന്നാണ് വിളിക്കുന്നത്. ഇതിന് ഓരോന്നിനും $50,000 ചിലവ് വരും. $1 മില്യൺ വിലയുള്ള മിസൈലുകൾ വിക്ഷേപിക്കുന്ന ആരോ സംവിധാനമാണ് ഏറ്റവും ചെലവേറിയത്. ഏപ്രിലിൽ ഇസ്രയേൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു ദിവസം മാത്രം $200 മില്യൺ ഇസ്രയേലിന് നഷ്ടമായത്. സങ്കല്പിക്കുക, അവർക്ക് മിസൈലുകളുടെ പരിധിയില്ലാത്ത വിതരണമില്ല. വളരെയധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ വിക്ഷേപിച്ചാൽ അളവും വിലയും കാരണം ഈ പ്രതിരോധ സംവിധാനങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടും. ഇക്കാരണത്താൽ ഒക്ടോബറിലെ ആക്രമണത്തിന് ശേഷം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി ഒരു പ്രസ്താവന നടത്തിയത് എല്ലാ സ്ട്രൈക്കുകളും പരിമിതമായ സ്വയരക്ഷയാണെന്നും കൂടുതലൊന്നും ചെയ്തിട്ടില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ അതിൽ തങ്ങളെ അഭിനന്ദിക്കണമെന്നും പറഞ്ഞു. ഈ പ്രസ്താവന ഒരു ഭീഷണി പോലെ തോന്നുന്നു. കൂടുതൽ ചെയ്യാത്തതിന് നന്ദിയുള്ളവരായിരിക്കാൻ ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ ആയുധങ്ങൾ ഭയാനകമല്ല. ഈ ആക്രമണത്തിൽ ഉപയോഗിച്ച ചില മിസൈലുകൾ അത്യാധുനികവും ആദ്യമായി ഉപയോഗിച്ചതും കഴിഞ്ഞ വർഷം മാത്രം വികസിപ്പിച്ചതും 2023 ഹത്തേഗ് മിസൈലുകളെ പോലെ ആയിരുന്നു. മിസൈലുകൾ 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഷഹാബ് 3 ആണ് ഇറാന്റെ ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ. അതുപോലെ ഇസ്രയേലിന് നേരെ ഹമാസ് തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ വലിപ്പം വളരെ ചെറുതാണ്. ഹിസ്ബുള്ളയും ഹൂതി ഗ്രൂപ്പുകളും വർഷങ്ങളായി ഇസ്രയേലിനെ ആക്രമിക്കുന്നു. എന്നാൽ ഇസ്രയേൽ തിരിച്ചടിക്കുകയും ഗാസയിൽ ബോംബാക്രമണം നടത്തുകയും ചെയ്തതോടെ ആക്രമണം ശക്തമായി. ഈ 3 ഗ്രൂപ്പുകൾ ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള എന്നിവ ഇറാന്റെ പ്രോക്സികളായി കണക്കാക്കപ്പെടുന്നു. ഇറാൻ അവർക്ക് ധനസഹായം നൽകുകയും പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അവരെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് പരാമർശിക്കുന്നു. ഹിസ്ബുള്ളയെക്കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കനത്ത ആയുധകാരികളായ നോൺ സ്റ്റേറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നാണിത്. 1982 ഇസ്രയേൽ ലെബനനെ ആക്രമിച്ചപ്പോൾ ഉയർന്നുവന്ന ഒരു ഷിയ തീവ്രവാദ ഗ്രൂപ്പാണിത്. 1985 അത് ഔദ്യോഗികമായി മാറുകയും പാശ്ചാത്യ ശക്തികളെ ലെബനനിൽ നിന്ന് പുറത്താക്കുകയും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നാശത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുമെന്ന് പ്രസ്താവിക്കുകയും അതിന്റെ പ്രകടന പത്രിക സൃഷ്ടിക്കുകയും ചെയ്തു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ മിക്കവാറും എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും ഹിസ്ബുള്ളയെ ഒരു തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്നു. ലെബനന്റെ തെക്കൻ ഭാഗം ഏകദേശം 22 വർഷത്തോളം ഇസ്രയേൽ അധിനിവേശത്തിലായിരുന്നു. 2000 ഹിസ്ബുള്ള യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ പുറത്താക്കി. 2006 ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ മറ്റൊരു യുദ്ധമുണ്ടായി. അത് ഏകദേശം 34 ദിവസം നീണ്ടുനിന്നു. എന്നാൽ ഇരുപക്ഷവും വിജയം അവകാശപ്പെട്ടില്ല. നിങ്ങൾ ലെബനന്റെ ഭൂപടം നോക്കിയാൽ ഒരു വലിയ പ്രദേശം ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണെന്ന് നിങ്ങൾ കാണും. പലതരത്തിൽ ഈ അർദ്ധ സൈനിക സംഘം ലെബനന്റെ സ്വന്തം സൈന്യത്തെക്കാൾ ശക്തമാണ്. ചില രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ ഒരു തീവ്രവാദ ഗ്രൂപ്പായി തരംതിരിക്കുന്നു. എന്നിട്ടും അത് ലെബനൻ സൈന്യത്തെക്കാൾ ശക്തവും സായുധവുമാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കുറച്ച് മാസങ്ങളായി വളരെ പരസ്യമായി തുടരുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു. ഇത് നിലവിലെ സംഘർഷത്തിന് തുടക്കമിട്ടു. അടുത്ത ദിവസം 2023 ഒക്ടോബർ 8 ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചു. മറുവശത്ത് ഹൂതികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ 1990 ആരംഭിച്ചത്. അവരുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ കാരണം യമനിൽ ഷിയ പാർശ്വവൽക്കരണവും വർദ്ധിച്ചുവരുന്ന വിദേശ സ്വാധീനവുമാണ്. പല രാജ്യങ്ങളും ഹൂതികളെ ഒരു ഭീകര സംഘടനയായി കണക്കാക്കുന്നു. അവർ യമൻ സർക്കാരിനോട് എതിർപ്പാണ്. ഇറാനെ കൂടാതെ റഷ്യയും ഹൂതികൾക്ക് ധനസഹായം നൽകുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അതേസമയം സൗദി അറേബ്യൻ സർക്കാർ യമൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. യമനുമായി അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യ
പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം യമൻ സർക്കാരിനൊപ്പം നിലനിൽക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ യുഎസും യൂറോപ്യൻ യൂണിയനും പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സൗദി അറേബ്യയുടെ പക്ഷത്താണ്. റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഇറാനിലേക്ക് ചായുന്നു. അതിനാൽ ഏതൊക്കെ രാജ്യങ്ങൾ ആരുമായി യോജിച്ചുവെന്ന് നിങ്ങൾക്ക് വിശാലമായി കാണാൻ കഴിയും. മുസ്ലിം രാജ്യങ്ങളായിട്ടും സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടുന്നത് ഇതുകൊണ്ടാണ്. എന്നിരുന്നാലും സൗദി അറേബ്യ സുന്നി ആധിപത്യമുള്ള രാജ്യമാണ്. ഇറാൻ ഷിയ ആധിപത്യമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രയേൽ ഗാസയെ ആക്രമിക്കുകയും ബോംബാക്രമണം നടത്തുകയും ചെയ്തു. ആ സ്ഥലം ഏതാണ്ട് വാസയോഗ്യമല്ലാതെയായി. ലോകത്തെ പല രാജ്യങ്ങളും ഇതിനെ വംശഹത്യ എന്നാണ് വിളിച്ചത്. 2023 ഒക്ടോബർ 7-നും 2024 സെപ്റ്റംബർ 22-നും ഇടയിൽ 4131 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. അവരിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. 2 ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഹിസ്ബുള്ള സ്വയം ശക്തമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ലെബനൻ അതിർത്തിക്കടുത്തുള്ള 80,000-ത്തിലധികം ഇസ്രയേലി പൗരന്മാർക്ക് അവരുടെ പട്ടണങ്ങളും നഗരങ്ങളും വിട്ടു പോകേണ്ടി വന്നു. കാരണം ആ പ്രദേശത്ത് നിന്ന് ദിവസവും റോക്കറ്റുകൾ തൊടുത്തു. അതിനിടെ ഹൂതികൾ ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. ഏകദേശം $1 ട്രില്യൺ വ്യാപാര നഷ്ടമുണ്ടാക്കി. ഏപ്രിലിലെ ആക്രമണത്തിന് മുമ്പ് ഈ യുദ്ധത്തിൽ ഇറാൻ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ആക്രമണങ്ങൾ നടത്താൻ അവർ തങ്ങളുടെ പ്രോക്സികളെ ഉപയോഗിച്ചു. ഏപ്രിൽ 14-ന് ഇസ്രയേലി ഭരണകൂടം ഇറാന്റെ താൽപ്പര്യങ്ങളെയോ സ്വത്തുക്കളെയോ പൗരന്മാരെയോ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രസ്താവിക്കുന്ന ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറങ്ങി. IRGC മേധാവി ഹുസൈൻ സലാമിയാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് ജൂലൈ 31-ന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു ഉന്നതമായ കൊലപാതകം നടക്കുന്നു. അവിടെ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായ ഇസ്മായിൽ നയ്യ കൊല്ലപ്പെടുന്നു. പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് തങ്ങളുടെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ആക്രമണം നടത്തിയവരെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും ഇസ്രയേലിനെ ശക്തമായി സംശയിക്കുന്നു. സെപ്റ്റംബർ 20-ന് ഹിസ്ബുള്ളയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ് യൂണിറ്റിന്റെ കമാൻഡറായ ഇബ്രാഹിം അഖീൽ കൊല്ലപ്പെടുന്ന മറ്റൊരു ഉന്നത കൊലപാതകം സംഭവിക്കുന്നു. ഇവരെല്ലാം ഇറാന്റെ പ്രോക്സികളായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അതിലും പ്രാധാന്യമുള്ള ഉന്നതമായ കൊലപാതകങ്ങൾ നടക്കുന്നു. സെപ്റ്റംബർ 25-ന് ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിന്റെ നേതാവ് കൊല്ലപ്പെടുന്നു. സെപ്റ്റംബർ 27-ന് ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്ത് വ്യോമാക്രമണത്തിൽ IRGCയുടെ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് ലാഫർ കൊല്ലപ്പെട്ടു. ഇതേ വ്യോമാക്രമണത്തിൽ 1992 മുതൽ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ച ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവ് ഹസൻ നസ്രല്ലയും കൊല്ലപ്പെടുന്നു. അത്തരം ഉന്നത നേതാക്കൾ മരിച്ചിട്ടും ലെബനനിൽ നിർത്താതെയുള്ള ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ തുടർന്നു. ഹിസ്ബുള്ളയും ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചു. യുദ്ധം തുടർന്നു. സെപ്റ്റംബർ അവസാന വാരം ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 1000-ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഐക്യരാഷ്ട്രസഭയും US-ഉം ഈ ആക്രമണങ്ങളെ അപലപിച്ചുവെങ്കിലും ഇസ്രയേലിൽ നിന്ന് നിർത്തുന്ന ഒരു സൂചനയും ഉണ്ടായില്ല. ഒക്ടോബർ 1-ന് നടന്ന ഏറ്റവും പുതിയ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തിരിച്ചടിക്കാൻ വ്യോമാക്രമണം നടത്തുമെന്ന് ഇസ്രയേലിന് ഒരു സൂചനയും ഇല്ലായിരുന്നുവെന്ന് തുടക്കത്തിൽ തോന്നിയിരുന്നു. എന്നിരുന്നാലും ഈ ആക്രമണം മുൻകൂട്ടി കണ്ടതും ഇസ്രയേലിനെ അറിയിച്ചതും US ഒക്ടോബർ 1-ന് വൈകുന്നേരം 7:30 ആയിരുന്നു. ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി IDF സ്ഥിരീകരിച്ചു. രാജ്യത്തുടനീളം സൈറണുകൾ മുഴങ്ങി. ലെബനനിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടതാണ് ഈ ആക്രമണത്തിന് പിന്നിലെ കാരണമെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. താരതമ്യേന മരണസംഖ്യ കുറവാണെങ്കിലും ഇസ്രയേലിന്റെ ധനമന്ത്രി ഭീഷണി മുഴക്കി ഗാസ, ഹിസ്ബുള്ള, ലെബനൻ എന്നിവ പ്രത്യാഘാതങ്ങൾ നേരിട്ടതുപോലെ ഇറാനും ഈ നീക്കത്തിൽ ഖേദിക്കുമെന്ന് പറഞ്ഞു. ഇറാൻ ഗുരുതരമായ തെറ്റ് ചെയ്തുവെന്നും ഇസ്രയേൽ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഒരു പ്രത്യേക രാജ്യത്തെയും കുറ്റപ്പെടുത്താതെ മൊത്തത്തിലുള്ള സംഘർഷത്തെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗൂട്ടറസ് അപലപിച്ചു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രതികരണം സമാനമായിരുന്നു. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വഷളാക്കുന്നതിൽ അഗാധമായ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെ നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണമെന്ന് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരോട് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനകം അവിടെയുള്ളവർ ജാഗ്രത പാലിക്കാനും ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താനും നിർദ്ദേശിക്കുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറും സമാനമായ നിലപാട് പ്രകടിപ്പിച്ചു. ഇസ്രയേൽ പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകത അംഗീകരിച്ച് അതേസമയം ഏതൊരു രാജ്യത്തിന്റെയും പ്രതികരണം സിവിലിയൻ ജനതയെ ഉപദ്രവിക്കാതിരിക്കാൻ അന്താരാഷ്ട്ര മാനുഷിക നിയമം
കണക്കിലെടുക്കണമെന്ന് ഊന്നിപ്പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നിരപരാധികളാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഒരു കണ്ണിന് ഒരു കണ്ണ് ലോകത്തെ മുഴുവൻ അന്ധരാക്കുന്നു. ഈ യുദ്ധങ്ങളുടെ ചരിത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് ആഴത്തിലുള്ള വേരുകളുണ്ട്. പ്രാഥമികമായി പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ വ്യത്യാസങ്ങളിൽ നിന്നാണ്. ഒരു മതാധിപത്യ ഭരണകൂടം സ്ഥാപിച്ച 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇറാന്റെ നേതാക്കൾ ഇസ്രയേലിനോട് ശത്രുത പ്രഖ്യാപിച്ചു. 2000കളുടെ തുടക്കത്തിൽ ഇറാൻ അതിന്റെ ആണവ പദ്ധതി പിന്തുടരുമ്പോൾ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു. ഇത് ഇസ്രയേൽ അതിന്റെ നിലനിൽപ്പിന് നേരിട്ടിട്ടുള്ള ഭീഷണിയായി കണക്കാക്കി. 2006 ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ള ലെബനനിൽ ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം ആരംഭിച്ചതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി. അതിനുശേഷം സിറിയയിലെ ഇറാന്റെ സ്ഥാനങ്ങൾക്കെതിരെ ഇസ്രയേൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തി. അതിന്റെ അതിർത്തിക്ക് സമീപം സൈനിക നിലയുറപ്പിക്കുന്നത് തടയുക എന്നതായിരുന്നു ലക്ഷ്യം. പകരം ഇറാൻ ഇസ്രയേൽ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുകയും ഇസ്രയേൽ രാഷ്ട്രത്തെ ഇല്ലാതാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ സംഘർഷം പ്രാദേശിക അധികാര പോരാട്ടങ്ങൾ, മതപരമായ പ്രത്യയശാസ്ത്രങ്ങൾ, ഭൗമരാഷ്ട്രീയ മത്സരങ്ങൾ എന്നിവയുടെ സങ്കീർണമായ മിശ്രിതമായി തുടരുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം അസ്തിത്വ ഭീഷണികളായി കാണുന്നത് തുടരുന്നു. ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരവും രാഷ്ട്രീയവുമായ ഘടകങ്ങളുള്ള ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം സങ്കീർണമാണ്. സ്ഥിതിഗതികൾ പിരിമുറുക്കമായി തുടരുന്നു. അത് എങ്ങനെ വികസിക്കുന്നു എന്നത് മേഖലയിലും പുറത്തും വലിയ സ്വാധീനം ചെലുത്തും. നമുക്ക് ഭാവി പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും ഈ സംഭവങ്ങൾ മനസ്സിലാക്കുന്നത് ഭാവി എന്താണ് എന്ന് ചിന്തിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു. ആ ഓർമ്മപ്പെടുത്തലോടെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.